യൂറോപ്യൻ യൂണിയനുമായുള്ള ഇന്ത്യൻ കരാർ മദർ ഓഫ് ഓൾ ഡീൽസ് ആണെങ്കിൽ ഇതായെത്തുന്നു സകല വ്യാപാര കരാറുകളുടെയും ഫാദർ ഓഫ് ഓൾ ഡീൽസ്. ഇന്ത്യ US ട്രേഡ് ഡീൽ യാഥാർത്ഥ്യമാകുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ടെക്സ്റ്റൈൽസ് വരെ, മത്സ്യക്കയറ്റുമതി മുതൽ കെമിക്കൽസ് ആൻഡ് സ്പെഷ്യാലിറ്റി കെമിക്കൽസ് വരെ ഇന്ത്യൻ എക്സ്പോർട്ട് മേഖലയ്ക്ക് പുത്തൻ ഊർജം ലഭിക്കുന്ന നിമിഷം. നീണ്ടുനിന്ന താരിഫ് യുദ്ധങ്ങൾക്കൊടുവിൽ ആ താരിഫ് വാൾ ഇവിടെ ഇല്ലാതാവുകയാണ്. നരേന്ദ്രമോദിയും ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ഈ പുതിയ ട്രേഡ് അണ്ടർസ്റ്റാൻഡിംഗിൽ മാനുഫാക്ചറിംഗ്, എക്സ്പോർട്സ്, ജോബ്സ്, ഏർണിംഗ്സ് ഇവയെല്ലാം ഒരേ സമയം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഗെയിം ചേഞ്ചിങ് ജിയോ പൊളിറ്റിക്കൽ എക്കണോമിക് ഷിഫ്റ്റ് എന്ന് പറയാം. താരിഫ് 50% വരെ എത്തിയിരുന്ന ഘട്ടത്തിൽ നിന്ന് 18% വരെ കുറയുന്ന പുതിയ ഫ്രെയിം വർക്കാണിത്. ഇതൊരു താരിഫ് കട്ട് മാത്രമല്ല, ഇത് ഇന്ത്യൻ എക്സ്പോർട്സിന് US മാർക്കറ്റ് വീണ്ടും തുറന്നു കൊടുക്കുന്ന ഒരു ഹിസ്റ്റോറിക് റീസെറ്റ് ആണ്. 2025 മധ്യത്തോടെയാണ് അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര ബന്ധത്തിൽ വിള്ളൽ വീഴുന്നത്. അമേരിക്ക ഇന്ത്യയിൽ നിന്ന് വരുന്ന പല ഉൽപ്പന്നങ്ങൾക്കും കനത്ത താരിഫ് ഏർപ്പെടുത്തി. ആദ്യമായി 25% റെസിപ്രോക്കൽ താരിഫ്, അതിനു മുകളിൽ കൂടി 25% അഡീഷണൽ ഡ്യൂട്ടി. ചില പ്രൊഡക്ട്സിന് ഈ നികുതി ഭാരം 50% വരെ എത്തി. ഇന്ത്യ ചില ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന നികുതി ഈടാക്കുന്നു, അതിനുള്ള മറുപടി എന്നായിരുന്നു അമേരിക്കയുടെ വാദം. എന്നാൽ ഇന്ത്യ റഷ്യയിൽ നിന്ന് വൻതോതിൽ ഓയിൽ ഇമ്പോർട്ട് ചെയ്തതാണ് ട്രംപിനെ ചൊടിപ്പിച്ചത്. അതിനോടുള്ള പ്രതികരണമായി ആ എനർജി ട്രേഡിനെ ചൂണ്ടിക്കാട്ടി ഒരു അഡീഷണൽ ഡ്യൂട്ടി കൂടി അമേരിക്ക ചുമത്തി. അങ്ങനെ 25% പ്ലസ് 25%, അതായത് 50% ടാരിഫ് വാൾ. ഇന്ത്യൻ കമ്പനികൾക്ക് ലഭിക്കേണ്ട പല ഓർഡറുകളും മെക്സിക്കോ, വിയറ്റ്നാം, ചൈന പോലുള്ള രാജ്യങ്ങളിലേക്ക് ഷിഫ്റ്റായി. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ട്രേഡ് ഡീൽ ധാരണയായി ദിവസങ്ങൾക്ക് ശേഷവും ഇന്ത്യൻ ബജറ്റ് ദിനത്തിന്റെ പിറ്റേന്നുമാണ് ട്രംപിന്റെ ഈ ട്രേഡ് ഡീൽ പ്രഖ്യാപനം. മോദിയുടെ അഭ്യർത്ഥന പ്രകാരം ഇന്ത്യൻ പ്രൊഡക്ട്സിന് തീരുവ കുറയ്ക്കാൻ തീരുമാനിച്ചു എന്നായിരുന്നു ട്രംപിന്റെ പ്രസ്താവന. ഇന്ത്യയുടെ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി പൂർണ്ണമായി നിർത്തുമെന്നും പകരം വെനസ്വേലയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുമെന്നും ഇന്ത്യ ഉറപ്പ് നൽകിയെന്നും ട്രംപ് പറയുന്നു. റഷ്യൻ ക്രൂഡ് വാങ്ങാതിരുന്നാൽ അത് യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ സഹായിക്കുമെന്നാണ് ട്രംപിന്റെ വാദം. റഷ്യയ്ക്ക് പല രാജ്യങ്ങളും ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ അവരിൽ നിന്ന് എണ്ണ വാങ്ങി ഇന്ത്യ സഹായിച്ചതാണ്. കൂടാതെ റഷ്യൻ ക്രൂഡ് ഇന്ത്യയിലേക്ക് എത്തുന്നത് ഓഫറിലുമാണ്. എന്നാൽ വെനസ്വേലയിൽ നിന്ന് എത്തുന്ന ക്രൂഡിന് ചെലവേറുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. കൂടാതെ അഗ്രികൾച്ചർ, ഡയറി തുടങ്ങിയ സെക്ടേഴ്സ് അമേരിക്കയ്ക്കായി തുറക്കുമോ എന്നതിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് വ്യക്തത വന്നിട്ടുമില്ല. ട്രേഡ് ഡീൽ നിലവിൽ വരുമ്പോൾ ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ഗുണം ലഭിക്കുന്ന സെക്ടേഴ്സ് നോക്കിയാൽ ടെക്സ്റ്റൈൽസ് ആൻഡ് അപ്പാരൽ എക്സ്പോർട്സ്. ടെക്സ്റ്റൈൽ മേഖലയ്ക്ക് ഈ ട്രേഡ് ഡീൽ വൻ അവസരങ്ങൾ ഒരുക്കും. US എക്സ്പോഷർ കൂടുതലുള്ള സീ ഫുഡ് എക്സ്പോർട്സിനും വലിയ സാധ്യതകളുണ്ട്. ഷ്രിംപ് എക്സ്പോർട്സ്, കെമിക്കൽസ് ആൻഡ് ഇൻഡസ്ട്രിയൽ എക്സ്പോർട്സ്, സ്പെഷ്യാലിറ്റി കെമിക്കൽസ്, ജെംസ് ആൻഡ് ജ്വല്ലറി, ഇങ്ങനെ പോകുന്നു ഗുണം ലഭിക്കാവുന്ന സെക്ടേഴ്സ്. ബംഗ്ലാദേശ്, വിയറ്റ്നാം പോലുള്ള രാജ്യങ്ങൾക്കെതിരെ ഇന്ത്യക്കിപ്പോൾ ക്ലിയർ എഡ്ജ് നൽകുന്നതാണ് ഈ ട്രേഡ് ഡീൽ. ഇപ്പോഴത്തെ ടാരിഫ് സ്ട്രക്ചർ നോക്കിയാൽ ഇന്ത്യക്ക് 18%, ഇന്തോനേഷ്യ, തായ്ലൻഡ്, പാകിസ്ഥാൻ എന്നിവയ്ക്ക് 19%, വിയറ്റ്നാം, ബംഗ്ലാദേശ് 20%, ചൈനയ്ക്ക് 34%. അതായത് മറ്റ് എമർജിംഗ് വിപണികളെ അപേക്ഷിച്ച് ഇന്ത്യക്കാണ് അമേരിക്കൻ ടാരിഫ് ഏറ്റവും കുറവ്. US മാർക്കറ്റിൽ ഇന്ന് ഇന്ത്യയാണ് ഏഷ്യയിലെ തന്നെ മോസ്റ്റ് കോമ്പറ്റീറ്റീവ് എക്സ്പോർട്ട് എക്കോണമി. 12 മാസം കൊണ്ട് 5 ഡീലുകളാണ് രാജ്യം നേടിയത്. 2025 ജൂലൈ UK-യുമായുള്ള CATA കരാർ, ഇന്ത്യ ഒമാൻ സാമ്പത്തിക പങ്കാളിത്ത കരാർ 2025 ഡിസംബറിൽ തന്നെ ഇന്ത്യ ന്യൂസിലൻഡ് ഫ്രീ ട്രേഡ് ഡീൽ, ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ട്രേഡ് ഡീലിനും ധാരണ. ഇത് അവസാനമായി ഇന്ത്യ US വ്യാപാര കരാർ. ഒരു ട്രേഡ് ഹെഡ്ലൈൻ എന്നതിനപ്പുറം ഇന്ത്യയുടെ എക്സ്പോർട്ട് ചാപ്റ്റർ തന്നെ മാറ്റി എഴുതുകയാണ് ഈ ഡീലുകൾ. ഇന്ത്യ US ട്രേഡ് ഡീൽ ഇന്ത്യയുടെ എക്സ്പോർട്ട് സാധ്യതകളെ പുതിയ ഉയരങ്ങളിലേക്ക് എത്തിക്കും.
എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.